കാസർഗോഡ് ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് കഴിഞ്ഞ ദിവസം നാം കണ്ടത്. ഇനി നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. പോൾ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ രക്തസാക്ഷികളുടെ ചോര വീണ് ചുവന്നു തുടുത്ത മണ്ണ്. രാഷ്ട്രീയം സിരകളിലേറ്റുവാങ്ങിയ ജനങ്ങൾ. ഇടതുപക്ഷ രാഷ്ട്രീയമായാലും വലതുപക്ഷ രാഷ്ട്രീയമായാലും തീവ്രമായ നിലപാടുകളാണ് ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സംഘടനകളും കൊലപാതകങ്ങളും നിലയ്ക്കാതെ തുടരുന്നു. കമ്മ്യൂണിസ്റ്റുകളുടെ ഉരുക്കുകോട്ട എന്ന് പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റുകൾക്ക് കടന്നു കയറാൻ കഴിയാത്ത ബാലികാ മലകളും കണ്ണൂരിലുണ്ട്. ആകെ 11 മണ്ഡലങ്ങളാണ് കണ്ണൂരിൽ. സംസ്ഥാനത്ത് എന്തൊക്കെ രാഷ്ട്രീയ സുനാമികളുണ്ടെങ്കിലും കണ്ണൂരിലെ ഇടതുപക്ഷ കോട്ട എന്നും ഭദ്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഈ കോട്ടയ്ക്ക് വിള്ളൽ വീണു. 5 മണ്ഡലങ്ങളിൽ UDF ജയിച്ചു വന്നു. അത് ഇടതുമുന്നണിക്ക് നാണക്കേടുമായി. രാഷ്ട്രീയ ഭൂപടത്തിൽ എന്നും വിവാദങ്ങൾ കൊടിയടയാളമായി ഉയർത്തിപ്പിടിക്കുന്ന ജില്ലയാണ് കണ്ണൂർ. നിരവധി രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് വേദിയായ കണ്ണൂർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ അരങ്ങിലും അണിയറയിലും ചൂടുപിടിച്ച ചർച്ചകൾ സജീവമായി. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വീറും വാശിയും കൂടും എന്നുതന്നെയാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. കണ്ണൂരിൽ 11 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. നിലവിൽ LDF-ന് 6ഉം UDF-ന് 5ഉം MLA-മാരുണ്ട്. LDF-ൽ 6ഉം CPM MLA-മാരാണ്. UDF-ൽ കോൺഗ്രസിന് 3ഉം ലീഗിനും ജനതാദൾ യുവിനും ഓരോ MLA-മാരുമാണ് ഉള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം നേർക്കുനേർ കൊമ്പുകോർത്ത കണ്ണൂരിൽ ഇത്തവണ കരുത്തു തെളിയിക്കാൻ BJP-യും സജീവമായി രംഗത്തുണ്ട്. എന്നാൽ 11 മണ്ഡലങ്ങളിൽ ഒരിടത്തും BJP അങ്ങനെ ഒരു നിർണായക ശക്തിയുമല്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ BJP-ക്ക് 1,04,000 വോട്ടുകളാണ് ലഭിച്ചത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 4 ലക്ഷത്തിലേറെ വർദ്ധിച്ച് 1,31,426 ഉയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലം ഇടതുമുന്നണിക്ക് തിരിച്ചുപിടിക്കാനായതും അനുകൂല ഘടകമായി പാർട്ടി നേതൃത്വം കാണുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ ഇടതുമുന്നണിക്ക് തന്നെയാണ് മുൻതൂക്കം. ജില്ലാ പഞ്ചായത്തിൽ 15 ഡിവിഷനുകൾ ഇടതുമുന്നണി നേടിയപ്പോൾ 9-ൽ മാത്രമാണ് UDF-ന് വിജയിക്കാനായത്. ബ്ലോക്ക് പഞ്ചായത്തിൽ 11ഉം ഇടതുമുന്നണിക്കാണ്. 71 ഗ്രാമപഞ്ചായത്തുകളിൽ 52-ൽ ഇടതുമുന്നണിയും 19-ൽ UDF-ഉം ഭരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷനും 5 മുനിസിപ്പാലിറ്റികളും ഇടതുമുന്നണിക്കാണ്. 4 മുനിസിപ്പാലിറ്റികൾ UDF-നാണ്. നേരത്തെ 14 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 31 ആക്കി ഉയർത്തി. കണ്ണൂർ എന്നും CPM-ന്റെ ഉരുക്കുകോട്ടയാണെന്ന് പറയുമ്പോഴും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ച നഷ്ടമാക്കിയതും കണ്ണൂർ തന്നെയാണെന്ന് പറയേണ്ടി വരും. കണ്ണൂരിലെ അഴീക്കോട്, കൂത്തുപറമ്പ്, പേരാവൂർ മണ്ഡലങ്ങൾ ഇടതുമുന്നണിക്ക് നഷ്ടപ്പെട്ടത് നേരിയ വോട്ടിനാണ്. അഴീക്കോട് മണ്ഡലത്തിൽ UDF-ന്റെ KM ഷാജി 55,077 വോട്ട് നേടി. 493 വോട്ടിന്റെ നേരിയ വ്യത്യാസത്തിലാണ് LDF-ന്റെ M പ്രകാശൻ മാസ്റ്റർ ഷാജിയോട് തോറ്റത്. NDA-യുടെ MK ശശീന്ദ്രൻ 7,540 വോട്ട് നേടി. UDF 45.21% വോട്ടും LDF 44.8% വോട്ടും NDA 6.19% വോട്ടുമാണ് നേടിയത്. കൂത്തുപറമ്പിൽ UDF-ന്റെ KP മോഹനൻ 57,164 വോട്ട് നേടി LDF-ന്റെ സെയ്ദലവി പുതിയ വളപ്പിലിനെ 3,303 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി. സെയ്ദലവി 53,861 വോട്ടാണ് നേടിയത്. NDA-യുടെ OK വാസു 11,835 വോട്ട് നേടി. ശതമാന കണക്ക് പരിശോധിച്ചാൽ UDF 44.68%, LDF 42.1%, NDA 9.25% വോട്ട് നേടിയതായി കാണാം. പേരാവൂരിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന സണ്ണി ജോസഫ് 56,151 വോട്ട് നേടി. LDF-ന്റെ KK ശൈലജ 52,711 വോട്ട് നേടി 3,440 വോട്ടിന്റെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു. NDA സ്ഥാനാർത്ഥി PK വേലായുധൻ 4,055 വോട്ടാണ് നേടിയത്. UDF 48.07%, LDF 45.12%, NDA 3.47% വോട്ടുകൾ നേടി. കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവാണ് പരാജയത്തിന് കാരണമായതെങ്കിൽ അഴീക്കോട്ടും പേരാവൂരിലും അടിയൊഴുക്കുകളാണ് ഇടതുമുന്നണിക്ക് വിനയായത്. മന്ത്രി KP മോഹനനെതിരെ കൂത്തുപറമ്പിൽ INL സംസ്ഥാന പ്രസിഡന്റ് SA പുതിയ വളപ്പിലിനെ സ്ഥാനാർത്ഥിയാക്കിയതാണ് തിരിച്ചടിയായതെന്ന് CPM നേതൃത്വം തന്നെ വിലയിരുത്തുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ CPM തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത്ഭുതങ്ങളും അട്ടിമറികളും സംഭവിക്കും എന്നു തന്നെ CPM പറയുന്നു.
LDF ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക തന്നെ ചെയ്യും. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തിനടുത്തെത്തിയാണ് LDF പരാജയപ്പെട്ടത്. 68 സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്നു. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം കേവലം 0.9% മാത്രമാണ്. 5 മണ്ഡലങ്ങളിൽ 500-ൽ താഴെ വോട്ടിനാണ് ഇടതുപക്ഷം പരാജയപ്പെട്ടത്. പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 65% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ന് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ജനങ്ങൾ 5 വർഷത്തെ UDF ഭരണത്തെ വിലയിരുത്തി. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ദുരിതമാണ് ജനങ്ങൾക്ക് ആ ഭരണം സമ്മാനിച്ചത്. കണ്ണൂർ നിയമസഭാ മണ്ഡലം വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയുമ്പോഴും കണ്ണൂർ നിയമസഭാ മണ്ഡലം എന്നും UDFകാരുടെ പിടിയിലാണ്. ആശങ്ക പോലുള്ള മഹാരാജന്മാരെ നിയമസഭയിലേക്ക് അയച്ച ഈ മണ്ഡലം CPMകാരുടെ എല്ലാ കടന്നാക്രമണങ്ങളെയും ചെറുത്താണ് നിലകൊള്ളുന്നത്. CPMന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകി കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ പട നയിക്കുന്നത് K. സുധാകരനാണ്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതനെ കൂട്ടുപിടിച്ച് കണ്ണൂർ കോർപ്പറേഷനിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് ഇടതുമുന്നണിയുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്നു. കഥ ഇതുവരെ. ഏറെക്കാലമായി UDF കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഈ മണ്ഡലത്തിൽ ഇത്തവണ വളരെ ശക്തമായ ഒരു പോരാട്ടത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാവുമെന്ന ആത്മവിശ്വാസമാണ് CPMനുള്ളത്. രാഷ്ട്രീയ തലസ്ഥാനമെന്നു ഖ്യാതി കേട്ട കണ്ണൂർ ഇക്കുറി ആരെ തുണയ്ക്കും എന്നത് പ്രവചനാതീതമാണ്. CPMന് ശക്തമായ വേരുകളുള്ള ജില്ലയെങ്കിലും കണ്ണൂരിന്റെ ആസ്ഥാനമായ കണ്ണൂർ മണ്ഡലം എന്നും UDFനൊപ്പമായിരുന്നു. കണ്ണൂരിൽ CPMും കോൺഗ്രസും തമ്മിലുള്ള മത്സരം എന്നതിലപ്പുറം CPMും K. സുധാകരനും തമ്മിലുള്ള മത്സരം എന്ന് പറയുന്നതാവും ശരി. UDF സ്ഥാനാർത്ഥിയായി K. സുധാകരൻ മത്സരത്തിനിറങ്ങിയാൽ ഇത്തവണ പോരാട്ടം തീപാറും എന്നതിൽ സംശയമില്ല. കണ്ണൂർ കോർപ്പറേഷൻ ഭരണം പിടിച്ചുവെന്ന നേട്ടം മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന CPMന് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം ഏറെ ഉണ്ട് താനും. അതേസമയം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ വിമത വിജയവും UDFന്റെ പാളിച്ചകളും കണ്ണൂരിൽ സുധാകരനെതിരെ പാളയത്തിൽ തന്നെ പടയൊരുക്കത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത് CPMന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ കണ്ണൂർ മണ്ഡലത്തിൽ UDFനെ പരാജയപ്പെടുത്തിയാൽ താൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് K. സുധാകരൻ LDFനെ വെല്ലുവിളിച്ചിരുന്നു. അതേസമയം കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതൻ PK രാഗേഷുമായി ചേർന്ന് അനുകൂലമായി രൂപപ്പെട്ട രാഷ്ട്രീയ ബന്ധങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ CPMും ശ്രമിക്കുന്നുണ്ട്. പതിവ് പോലെ കോൺഗ്രസും കോൺഗ്രസസും തമ്മിലാണ് കണ്ണൂരിൽ മത്സരം. കളിക്കളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്ക് പ്രകാരം കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ LDFും UDFും ഒപ്പത്തിനൊപ്പമാണ്. കണ്ണൂർ നഗരസഭാ പരിധിയിലെ വോട്ട് വർധനവാണ് എന്നും UDFനെ തുണയ്ക്കാറ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ 6443 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDFന് ഉണ്ടായിരുന്നത്. മുൻപ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ മണ്ഡലത്തിൽ എളയാവൂർ പഞ്ചായത്തിൽ മാത്രമാണ് LDFന് ലീഡുണ്ടായിരുന്നത്. നഗരസഭയിലും മുണ്ടേരി, ചേലോറ, എടക്കാട് പഞ്ചായത്തുകളിലും UDFനാണ് കൂടുതൽ സ്വാധീനം. എന്നാൽ ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിത്രം മാറിയിരുന്നു. നഗരസഭയിലും എടക്കാട് പഞ്ചായത്ത് പരിധിയിലും മാത്രമാണ് UDFന് ഭൂരിപക്ഷമുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിലെ വോട്ട് നില LDFന് അനുകൂലമായി മറിഞ്ഞു. കണ്ണൂർ മണ്ഡലത്തിന്റെ ഗതാഗത കുരുക്കുൾപ്പെടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞുവെന്നും മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിച്ചു എന്ന ആത്മവിശ്വാസം തനിക്കുണ്ടെന്നും സിറ്റിംഗ് MLA AP അബ്ദുള്ളക്കുട്ടി പറയുന്നു. വളരെ ഇടുങ്ങിയ റോഡുകളും ട്രാഫിക് കുരുക്കും ഗ്രാമങ്ങളിലെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളായിരുന്നു. അതൊക്കെ നന്നാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം ഒരു 100 കിലോമീറ്ററിനടുത്ത് ഗ്രാമങ്ങളിലെ റോഡ് ഉദ്ധരിച്ചിട്ടുണ്ട്. 5 വർഷം മുമ്പ് MLA ആയിട്ട് ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ നിന്നപ്പോൾ എൻ്റെ മുന്നിൽ വന്ന പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ, ഒന്ന് റോഡ് വികസനവും മറ്റൊന്ന് കുടിവെള്ള പ്രശ്നമാണ്. ഇവ രണ്ടിനോടും ഏറെക്കുറെ നീതി പുലർത്താൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് കൗമുദി ചാനലിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്.
മുൻപ് കണ്ണൂർ നഗരസഭയും എളയാവൂർ, എടയ്ക്കാട്, മുണ്ടേരി, ചേലോറ എന്നീ പഞ്ചായത്തുകളും ചേർന്നതായിരുന്നു കണ്ണൂർ നിയമസഭാ മണ്ഡലം. കണ്ണൂർ കോർപ്പറേഷനും മുണ്ടേരി പഞ്ചായത്തും ചേർന്നതാണ് പുതിയ മണ്ഡലം. എന്നാൽ നേരത്തെ എടയ്ക്കാട് പഞ്ചായത്ത് എടയ്ക്കാട് മണ്ഡലത്തിലായിരുന്നു. എടയ്ക്കാട് മണ്ഡലം ഇല്ലാതായതോടെ കണ്ണൂരിന്റെ ഭാഗമാവുകയായിരുന്നു. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രചാരണം നടത്തിയാണ് കോൺഗ്രസ് കണ്ണൂർ ജില്ലയിൽ വോട്ട് തേടുന്നത്. കേരളത്തിൽ ഇന്ന് CPM നടത്തുന്ന അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖമാണ് CPM ഉയർത്തിക്കാട്ടുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല, അച്യുതാനന്ദനെ പോലെയോ അല്ലെങ്കിൽ DK നായനാരെ പോലെയോ അല്ല ശ്രീ പിണറായി വിജയൻ. പിണറായി വിജയൻ്റെ മുഖം ഒരു ഫാസിസത്തിൻ്റെ മുഖമാണ്, ക്രൂരമായ ഫാസിസത്തിൻ്റെ മുഖമാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി, അദ്ദേഹത്തിൻ്റെ മനസ്സൂക്ഷിപ്പുകാരൻ ജയിലിൽ കിടക്കുകയാണ്. ഒരു കേസിലല്ല, 2 കേസിലാണ്. ഇനിയും അന്വേഷണങ്ങൾ CBIയുടെ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പല ഹർജികളും കിടക്കുന്നുണ്ട്. അത് വന്നാലും ഈ കേസിൽ സ്ഥിരമായി പ്രതിയാകാൻ പോകുന്ന ഒരാളാണ് ജയരാജനും. ജയരാജൻ്റെ എന്ത് പ്രവൃത്തികളും ഈ നാട്ടിലെ ആളുകൾക്കറിയാം. ശ്രീ പിണറായി വിജയൻ്റെ ഒരു സഹായമില്ലാതെ, കൺസെൻ്റ് ഇല്ലാതെ ഒരു കാരണവശാലും പി ജയരാജൻ ഇതുപോലുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കില്ല, ഗൂഢാലോചനയിൽ പങ്കാളിത്തം വഹിക്കില്ല. സ്വാഭാവികമായും അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഞങ്ങൾ അതുകൂടെ ഫോക്കസ് ചെയ്യാൻ പോവുക. കൊച്ചു കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ആദ്യത്തെ ഒരു ഫാസിസ്റ്റ് മുഖമാണ് ശ്രീ പിണറായി വിജയൻ്റെ മുഖം. അക്രമത്തിൻ്റെ വക്താക്കളായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് ഫാസിസത്തിൻ്റെ കയ്യിലേക്ക് ഒരു ഭരണ കൈമാറ്റം ഈ നാട് നേടിയെടുത്ത എല്ലാ വികസനത്തെയും പുറകോട്ട് കൊണ്ടുപോകും എന്ന് മാത്രമല്ല, പുതിയ വികസനത്തിന് തടയിടാനേ ആ സാഹചര്യം ഉപകരിക്കൂ. എന്നാൽ കോൺഗ്രസിന്റെ കള്ളപ്രചാരണങ്ങൾ ഇത്തവണ വിലപ്പോകില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം KK രാഗേഷ് MP പറയുന്നു. അഴിമതിയിലും അധാർമികതയിലും അഭിരമിച്ച ഒരു സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നാടിൻ്റെ വികസന കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് നേരമുണ്ടായിരുന്നില്ല. വികസന കാര്യങ്ങളെല്ലാം മറന്ന്, ജനതാൽപര്യങ്ങളെല്ലാം മറന്ന് അഴിമതിയിലും അധാർമികതയിലും അഭിരമിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത്. കണ്ണൂർ ജില്ലയുടെ വികസന പിന്നാക്കാവസ്ഥയ്ക്ക് കാരണം ഇടതു വലത് മുന്നണികളുടെ തലതിരിഞ്ഞ നയങ്ങളാണെന്ന് BJP കുറ്റപ്പെടുത്തുന്നു. കണ്ണൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരേ ഒരു കള്ളനാണയത്തിൻ്റെ 2 വശങ്ങളാണ് എന്ന് കരുതുന്നവരാണ്. ഈ 2 മുന്നണികളെയും ഒരേപോലെ എതിർത്തുകൊണ്ട് BJPക്ക് അനുകൂലമായി വോട്ട് സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് BJP ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെക്കുന്നത്.